ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ SIT അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത് വിവാദത്തിൽ. ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെയാണ് സ്വർണ്ണപ്പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തി കടത്തിയതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. എന്നിട്ടും CPM നേതാവായ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തില്ല. ഇതിന് പിന്നിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പങ്കുണ്ടെന്നാണ് സൂചന. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്താൽ ആ ദേവസ്വം ഭരണ സമിതിയിലുള്ള രണ്ടുപേരെയും കൂടി അകത്താക്കേണ്ടി വരും. ഈ ഒരു സാഹചര്യത്തിലാണ് വൈകുന്നത്. ഒരു മകന്റെ അച്ഛൻ സ്നേഹം ഇതിന് കാരണമെന്നാണ് പ്രചരണം. ഇതിനിടെ ബോർഡ് സെക്രട്ടറിയായ ജയശ്രീയുടെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. കീഴ്ക്കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. ഹൈക്കോടതിയിൽ നിന്നും ജയശ്രീക്ക് അനുകൂല തീരുമാനം വന്നാൽ പത്മകുമാർ അടക്കമുള്ളവർ മുൻകൂർ ജാമ്യ ഹർജി നൽകും. ഈ സാധ്യത കൂടി ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ ഉപയോഗിച്ചേക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനായിരുന്നു N. വാസു. ദേവസ്വം പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന വാസുവിനെ അറസ്റ്റ് ചെയ്തിട്ടും പത്മകുമാറിനെ വെറുതെ വിടുന്നത് ചില ഇടപെടലുകൾ കാരണമാണ്. ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെയാണ് സ്വർണ്ണപ്പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തി കടത്തിയതെന്ന് തെളിയിക്കുന്ന രേഖകളും SITക്ക് ലഭിച്ചിട്ടുണ്ട്. ദേവസ്വം ജീവനക്കാരുടെ മൊഴിയും പത്മകുമാറിനെതിരാണ്. സ്വർണ്ണക്കൊള്ള നടന്ന സമയത്തെ ഗാർഡ് മുതൽ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നവരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ സർവ്വ സ്വാതന്ത്ര്യവും പ്രസിഡന്റ് എന്ന നിലയിൽ പത്മകുമാർ നൽകിയിരുന്നു എന്നാണ് ജീവനക്കാരുടെ മൊഴി. പോറ്റിക്ക് സഹായം ചെയ്യാൻ പത്മകുമാർ നിർബന്ധിച്ചിരുന്നുവെന്ന് ജീവനക്കാർ മൊഴി നൽകി. ശബരിമല ഗസ്റ്റ് ഹൌസുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒന്നിലധികം മുറികൾ നൽകിയിരുന്നു. പോറ്റി ഉപയോഗിച്ചിരുന്നത് പ്രസിഡന്റിന് അനുവദിച്ചിരുന്ന മുറിയായിരുന്നു. പൂജകൾ ബുക്ക് ചെയ്യുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പ്രത്യേക പരിഗണന ലഭിച്ചിരുന്നുവെന്ന് 2019 ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. സന്നിധാനത്ത് നട അടച്ചിടുന്ന സമയത്ത് പോലും ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയിരുന്നു. പോറ്റിയുടെ ബന്ധുക്കളും അതിഥികളും ശബരിമലയിൽ എത്തുമ്പോൾ ഉപയോഗിച്ചിരുന്നത് ദേവസ്വം പ്രസിഡന്റിന്റെ മുറിയാണ്. ഇവരെ ദർശനത്തിനായി കൊണ്ടുപോയിരുന്നത് ദേവസ്വം ഗാർഡുമാരാണെന്ന് മൊഴിയുണ്ട്. ഇത്തരം മൊഴികളുടെ അടിസ്ഥാനത്തിൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ SIT തീരുമാനിച്ചു. 2 തവണ ആവശ്യപ്പെട്ടിട്ടും പത്മകുമാർ SITക്ക് മുന്നിൽ ഹാജരായിട്ടില്ല. പത്മകുമാർ ഉടൻ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നാണ് വിവരം. ഇതിനൊപ്പം ജയശ്രീയുടെ ജാമ്യ ഹർജിയിലെ വിധിയും നിരീക്ഷിക്കും. ചൊവ്വാഴ്ച വരെ ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. ഇതാണ് പത്മകുമാറിനെ പോലുള്ളവർക്ക് പ്രതീക്ഷയായത്.